ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടിയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് നേരെ പോകുന്നത് ഊട്ടി ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ എൻട്രൻസ് ആണ് കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, രക്ഷയുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഒരു പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ പൈസയൊക്കെ വാങ്ങും പാർക്ക് ചെയ്യാനുള്ള. പക്ഷേ ഉള്ളിൽ ചെന്നിട്ട് ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ അവിടെ സ്ഥലം കിട്ടാണ്ടായിട്ട് പുറത്ത് പോയിട്ട് വേറെ സ്ഥലത്ത് ഇതേപോലെ പൈസ കൊടുത്തിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി വീണ്ടും നമ്മൾ പൈസ കൊടുത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ച് കയറ്റി വിടുമെങ്കിലും സ്ഥലം ഉണ്ടോയെന്നൊന്നും ഇവർ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോയിട്ടാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അപ്പം തന്നെ നഷ്ടമായി. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടാണ് പാർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന വഴി ഇതാണ്. ശരിക്കുമുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് കാറ് കയറിയ ആ ഒരു എൻട്രൻസ് ആണ് ശരിക്കുമുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരുന്ന വഴി കയറാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഇതിൽ കയറ്റി വിടണുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കുതിരകളൊക്കെ കെട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ കുതിര സവാരിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ കുതിരകളൊക്കെ കെട്ടുന്ന ആ ഒരു പ്ലേസാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്കിങ്ങനെ കയറി പോരാനുള്ളൊരു വഴി കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അതായത് കാറുകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നല്ല തിരക്കുണ്ടെന്ന്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള അതേ കൗണ്ടർ ഇതാണ് കേട്ടോ. നമ്മുടെ ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഊട്ടി ലേക്കിൽ ബോട്ടിംഗ് ആണ് കേട്ടോ മെയിൻ. അപ്പോൾ അവിടെ ബോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള എൻട്രൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൈസയുടെ കാര്യമൊക്കെ ഇവിടെ ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 20 രൂപയാണ് വരുന്നത്, ഒരാൾക്ക് 20 രൂപ കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ പൈസ എടുക്കാം. അപ്പോൾ നമ്മളിൽ ചില്ലറ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മളിവിടെ വരുമ്പോൾ ചില്ലറ കൊടുക്കണം. അപ്പോൾ പിന്നെ ചില്ലറ അന്വേഷിച്ച് നടന്ന് അങ്ങനെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ അടച്ചത് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. 100 രൂപയായി ഞങ്ങൾ എല്ലാവർക്കും കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക്. അവിടെയാണ് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോണത്. ഇവിടെ ഒരാളുണ്ട്, ആളുടെ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ കയറാം കേട്ടോ. അപ്പം ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, ഉള്ളിലോട്ടുള്ള ആ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലോട്ടുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതേ ഇവിടെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ തരത്തിലുള്ള പല തരത്തിലുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ റോ ബോട്ട്, പെഡൽ ബോട്ട്, മോട്ടോർ ബോട്ട് കണ്ടോ. അതിനൊക്കെ ഓരോന്നിനും ഓരോ റേറ്റാണ് പറയുന്നത് കേട്ടോ. നമ്മളപ്പോൾ മൊത്തം 4 പേരുണ്ടായിരുന്നല്ലോ ടോട്ടൽ. സാനും അടക്കം 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേർക്കും കൂടിയിട്ട് നമ്മൾ ഒരു ബോട്ടിൽ കയറാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കിയിരുന്നത്. പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ 2 ബോട്ടാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ സാനുവിനെ ആയാലും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട വന്നായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് അവർ എക്സ്ട്രാ കാശ് വാങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊരു ടൈമുണ്ട്. ആ ടൈം കഴിയണതിൽ തൊട്ട് മുന്നായിട്ട് നമ്മൾ വന്ന് റീഫണ്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒക്കെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ വേഗം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സേഫ്റ്റി സംഭവങ്ങളൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. സേഫ്റ്റി ജാക്കറ്റൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ ഓരോത്തിനും ഓരോ സൈസിനുള്ള സേഫ്റ്റി ജാക്കറ്റൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വലുതാണ് എടുത്തത്. പിന്നെ അത് എൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് ചെറിയത് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ളത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ബോട്ടിൽ കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മളെ ടിക്കറ്റ് കാണിക്കണം അവരെ. എന്നിട്ട് അവരവിടെ ഒരു സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ കയറ്റുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ടിക്കറ്റ് തിരിച്ച് തരും കേട്ടോ. അപ്പോൾ ഈ സ്കാൻ ചെയ്ത ടൈം അവർ നോക്കി വെക്കണം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റോ അരമണിക്കൂർ എങ്ങാണ്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ നമ്മൾ അപ്പം തന്നെ പോയായിരുന്നു. നമ്മുടെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ ചേട്ടനൊക്കെ നമ്മുടെ സേഫ്റ്റി ജാക്കറ്റൊക്കെ സെറ്റായിട്ട് നിൽക്കണേണ്. അവരവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവർ കുറച്ച് ടൈം വൈകിട്ടാണ് അവർക്ക് ബോട്ടിൽ കയറാൻ പറ്റിയത്. കാരണം അവിടെ ഇച്ചിരി തിരക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് ചവിട്ടാൻ പറ്റുന്നത്. അതായത് ഒരു ബോട്ടിൽ തന്നെ നമുക്ക് 4 പേർക്ക് ഇരിക്കാൻ പറ്റും. ആ ഒരു ടൈപ്പ് ബോട്ടാട്ടോ സെലക്ട് ചെയ്തത്. നമ്മൾ ഇങ്ങനെ 2 പേര് മാത്രമായിട്ടിരിക്കുന്ന ബോട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടാ. ഈ ടൈപ്പ് കേട്ടോ, അപ്പുറം നിന്ന് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ബോട്ടാണ് കേട്ടോ ഉള്ളത്. എല്ലാം ഇത് ഒക്കെ പെഡൽ ബോട്ടാണ്. പിന്നെ മോട്ടോർ ബോട്ടുണ്ട്, അതിന് വേറെ റേറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോണ ബോട്ടുണ്ട്, അതിനും വേറെ റേറ്റാണ്. അതിനാണ് ഏറ്റവും റേറ്റ് കുറവിട്ട് അവിടെ. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി. പിന്നെ നമ്മൾ 2 ബോട്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ചവിട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ.
പിന്നെ കുറേ നല്ല രസമായിരുന്നു കാണാനായിട്ട്, ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുമ്പോൾ. അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെഡൽ ബോട്ടാകുമ്പോൾ ചവിട്ടി നമുക്ക് കാല് കുറേ കഴക്കും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ സ്പീഡിനൊക്കെ എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ബോട്ടുകൾ വരും, ഇടിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല സൂപ്പറായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ ചേച്ചിയും ചേട്ടനൊക്കെ വേഗം വന്നിട്ട് അവരെ കഴിഞ്ഞപ്പോഴേക്കും വേഗം വന്ന് റീഫണ്ട് ചെയ്യണം. ഇവിടെയാണ് റീഫണ്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ നേരത്തെ ബോട്ടിങ് നമ്മുടെ നേരത്തെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ വ്യൂ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളതൊക്കെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റൈഡൊക്കെ ഉണ്ട് ഈ സൈഡിൽ, അതിലൊന്നും നമ്മൾ കയറാൻ പോയില്ല കേട്ടോ. നമ്മൾ വന്ന് അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് കോണും പിന്നെ ഒരു ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങിച്ചു. ഉടുക്കത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും മതിയായിരുന്നു തോന്നുന്നു, കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ്. അവിടെ തന്നെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ട്രെയിനുണ്ട്, കുഞ്ഞി ട്രെയിനില്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു സെറ്റ് പോയായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും അടുത്തത് വരാനായിട്ട്. അപ്പോൾ റേറ്റ് 60 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ പിള്ളേർക്ക് 40 രൂപ. അത്യാവശ്യം റേറ്റ് കൂടുതലാണെന്ന് തോന്നിയായിരുന്നു കേട്ടോ കണ്ടിട്ട് തന്നെ. അപ്പോൾ ട്രെയിൻ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കുറച്ച് പിള്ളേർക്ക് കളിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ നശിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ ചുമ്മാ സാനുവിന് കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കയറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്നായിരുന്നു. അപ്പോൾ കുറേ എക്സ്പെക്റ്റേഷനൊന്നും വെച്ച് നമ്മൾ ഈ ട്രെയിൻ കയറേണ്ട ആവശ്യമില്ല കേട്ടോ. പിള്ളേരുടെ ട്രെയിനിനൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. പിന്നെ ഇവർ വിളിച്ച് പറയാനൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിൽ വീണ് പോകും, കുറേ വ്യൂ ഒക്കെ കാണാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് നമ്മളും കയറിയത്. കുറച്ച് ദൂരം ഉണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ കയറിയത്. പക്ഷേ കുറച്ച് ദൂരമൊന്നുമില്ല, ഇവിടുന്ന് കാണുന്ന കുറച്ചങ്ങോട്ട് പോകാനേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഈ വന്ന വഴിയുണ്ടല്ലോ, വന്ന പോലെ തന്നെ ഇത് നേരെ തിരിച്ചു പോകും. അതായത് വളഞ്ഞു പോവല്ല, ഈ സെയിം സാധനം തന്നെ നേരെ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് സ്ട്രെയിറ്റ് തന്നെ, വളച്ചിടലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ ആൾക്കാരൊക്കെ നമ്മൾ ലാസ്റ്റ് ബോഗിയിലാണ് കേട്ടോ കയറാൻ പോണത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങണതാണ്. മാക്സിമം ഒരു 8 പേർക്കൊക്കെ ആ ഒരു ബോഗിയിൽ കയറാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ ട്രെയിനിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ഉത്സവങ്ങളിലൊക്കെ ചെല്ലില്ലേ, അപ്പോൾ കയറില്ലേ, ആ ഒരു ഫീൽ തന്നെയായിരുന്നു. പിന്നെ വ്യൂ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആ ബോട്ടിങ് ചെയ്ത ആ ഒരു ലേക്കില്ലേ, അതന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നിട്ട് ഊട്ടിയിലേക്ക് നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അപ്പോൾ അതേ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ടിക്കറ്റൊക്കെ എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാണ്. ഇവിടെ നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇറങ്ങുന്നതനുസരിച്ചിട്ട് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നേരെ നമ്മൾ താഴെ വന്ന് പതിക്കും. ഈ മോളിൽ നിന്ന് നേരെ ഉരുണ്ട് താഴെ എത്തും. അതേപോലത്തെയാണ്. ഈ തുടക്കം മാത്രമേ ഇതേപോലെ സ്റ്റെപ്പുകളുള്ളൂ, അത് കഴിഞ്ഞാൽ ഫുള്ള് സ്ലിപ്പറിയാണ്. ഒന്നാമത്തെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഫുള്ള് സ്ലിപ്പ് ചെയ്യണ പോലത്തെ ടൈപ്പായിരുന്നു, ചപ്പൽസ് എല്ലാം. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഡിയോ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും താഴെ കിടക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് വ്യൂസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സൂക്ഷിച്ചാണ് നടന്നിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ചും തൊട്ട് മുന്നായിട്ട് നല്ല ഗംഭീര മഴയായിരുന്നു. പക്ഷേ കാണുമ്പോൾ ആ ഒരു ലക്ഷണമൊന്നും ഇല്ലല്ലേ, അതാണ്. പക്ഷെ പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ മഴ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തോട്ട് കുറച്ച് ദൂരം അങ്ങനെ നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയൊരു ഇങ്ങനെ തടാകമല്ലല്ല എന്നാ ലേക്കാണ് കേട്ടോ ഉള്ളത്. വെള്ളമൊന്നുമില്ല, അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ അവിടെ നിന്ന് ഈ കാണുന്ന പുഴയുടെ അപ്പുറത്തോട്ടൊക്കെ കിടന്നിട്ട് ആൾക്കാരൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. നമ്മൾ ഇവിടെ വന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് വേഗം പോയിട്ടാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയി. അപ്പോഴേക്കും ഉച്ച ആയിരുന്നു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളികളെല്ലാം എല്ലാവർക്കും വന്നതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വൈബൊക്കെ അടിച്ച് പോകുന്നുണ്ട്, അതിനനുസരിച്ച് വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോണ വഴിയൊന്നും നമുക്കൊരു ഹോട്ടലും കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴി തന്നെയായിരുന്നു ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവിടെയും കൂടി കയറാമല്ലോ എന്ന് വെച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇതൊക്കെ കാണുന്ന മലയാണ് ഷൂട്ടിംഗ് പോയിൻ്റ്. അവിടെ കണ്ടോ ആൾക്കാരെ കണ്ടോ, അതിന് മുകളിൽ വരെ എത്തണം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇവിടെ ഇതേപോലെ ഒരു കുഞ്ഞി പെട്ടിക്കടയുണ്ട്. അത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളായിരുന്നു. ആ വഴിയൊന്നും ഒരു ഹോട്ടലേ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് ഈ നൂഡിൽസും അതുപോലെ തന്നെ ഓംലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയത് തിന്നാലോ എന്ന് വെച്ചിട്ട് ബ്രെഡ് ഓംലെറ്റും പറഞ്ഞ് പിന്നെ ഷിഡു ഇരുന്ന് അവിടെ നിന്ന് ബജ്ജി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസും പറഞ്ഞു കേട്ടോ.
സാധാ നൂഡിൽസും പിന്നെ ഒരു വെജ് നൂഡിൽസുമായിട്ട് അങ്ങനെ 2 നൂഡിൽസും പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഓംലേറ്റിനുള്ള സംഭവമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒട്ടും കൊള്ളൂലായിരുന്നു സംഭവം, സത്യം പറയാനുള്ള. വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയും ഇതേപോലെ കുതിരസവാരി ഉണ്ട് കേട്ടോ. കുതിരകളൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. കുറേ പേര് കുതിരസവാരി നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ ആ ഭാഗമുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇതിലും എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനായിട്ട് ഇപ്പോൾ ആ കാണുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങോട്ട് പോയത് പൈസ അടക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പൈസ അടക്കാനായിട്ട് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായില്ല. അതിൻ്റെ തൊട്ടിപ്പുറം ഒരു കുഞ്ഞ് കൂട് പോലെ ഒരു പണിതിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ 30 രൂപയാണ് വരുന്നത് എൻട്രൻസ് ചെയ്യാൻ. ഒരാൾക്ക് 30 രൂപയാണ് വന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടിപ്പുറം ഇതേപോലെ ഷീറ്റൊക്കെ അടിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ കൊടുക്കേണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതേ കയറാണ്. അങ്ങ് അറ്റം വരെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ തണുപ്പത്ത് അതിൻ്റെ മോള് വരെ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്തായാലും നമ്മൾ ടിക്കറ്റ് കൊടുത്ത് കയറിപ്പോയി. ഇനിയിപ്പോൾ മുകളിൽ ചെന്നിട്ട് അതിൻ്റെ അവിടെ എന്താണുള്ളതെന്നൊക്കെ കാണാമെന്ന് വെച്ചിട്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് നടന്നിട്ട് സംഭവം എത്തനുണ്ടായില്ല. അങ്ങോട്ട് പരന്ന് കിടക്കുകയായിരുന്നു പരവരാന് പോലെ. അപ്പോൾ അത് കുറേ ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാലൊക്കെ കഴിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിപ്പായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് കയറാനുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ ഏകദേശം മുകൾ ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി എന്നാലും കുറച്ചും കൂടി നമുക്ക് മുകളിലോട്ട് പോകാനുണ്ട്. ഇങ്ങനെ ഓരോ മൊട്ടക്കുന്നില്ലേ അതേപോലത്തെ സംഭവം. പിന്നെ അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അതൊന്നും ഇവിടുന്ന് തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ട് കുതിരസവാരി പോയി. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് 200-250 രൂപയാണ് ഉള്ളത് ഒരാൾക്ക് കയറണം കഴിഞ്ഞാൽ. അതുപോലെ ഇവർ കിലോമീറ്റർ കണക്കിനാണ് പൈസ പറയണത്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിനൊക്കെ ഇത്ര കാശ്. അതായത് കിലോമീറ്റർ എന്നല്ല, ഇവിടെ നിന്ന് അവർക്കൊരു പോയിൻ്റ് ഉണ്ട്, അവിടെയും വരെ ഇത്ര കാശ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാശ് കൂടും, അവിടെ നിന്ന് കുറച്ചും കൂടി പോകുമ്പോൾ വീണ്ടും കാശ് കൂടും. അങ്ങനെയായിരുന്നു. നമ്മൾ ഏകദേശം നല്ല കുറഞ്ഞ റേറ്റിലുള്ളതാണ്. ചുമ്മാ ഒന്ന് സവാരി ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇച്ചിരി ദൂരെ പോയി നമ്മൾ തിരിച്ച് പോകുന്നിട്ടാണ്. അപ്പോൾ കുതിരക്കനുസരിച്ചിട്ട് ഓരോ കുതിര ഇവർക്കിങ്ങനെ ഓർഡേഴ്സാണ്. ഓരോ ഓർഡറിൽ ഓരോരുത്തർ കൊണ്ടുപോയി ബാക്കിൽ ഓരോ കുതിരകളുണ്ടാവും ഓരോരുത്തർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുതിരയൊക്കെ കയറി കഴിഞ്ഞാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയത് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായിട്ട് പിന്നെ നേരെ പോയത് നമ്മൾ ഊട്ടിയിലെ ടോയ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ്, കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ കണ്ടു പോരേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടോയ് ട്രെയിൻ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അറിയണത് ഇതിന് ഓൺലൈൻ ആയിട്ടുള്ള ബുക്കിംഗ് ഒന്നുമില്ല, ഉണ്ട്. പക്ഷെ അത് 3 മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മളിത് പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളത് ബുക്കൊന്നും ചെയ്തില്ലായിരുന്നു, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 20 ടിക്കറ്റോ അല്ലെങ്കിൽ 30 ടിക്കറ്റോ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഒരു 3-4 മണിക്കൂർ മുന്നേ വന്നിട്ട്, അതായത് വെളുപ്പിനെ വന്ന് ഇവിടെ ക്യൂ നിൽക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാലും കിട്ടണമെന്നും ഉറപ്പില്ല എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കേട്ടോ. നമ്മളിവിടെ കുറേ പേരോട് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ ഫുള്ള് തീർന്നായിരുന്നു. അപ്പോൾ എന്തായാലും കയറാൻ പറ്റില്ല എന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടിട്ടെങ്കിലും പോകാമെന്ന് വെച്ച് നമ്മൾ ട്രെയിൻ വന്നത് കാണാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടി ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ഊട്ടി ടോയ് ട്രെയിൻ എന്നുള്ളത്. അപ്പോൾ പക്ഷേ നമുക്ക് പറ്റിയില്ല, നമുക്കിത് നേരത്തെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഊട്ടിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ 3 മാസം മുന്നേയൊക്കെ ഊട്ടി ട്രെയിനിലുള്ളത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ. പക്ഷേ ഇത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് പറ്റിയില്ല, നമ്മളപ്പോൾ അത് കണ്ട് പോന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് ഒന്നും പോകാൻ പറ്റില്ല. മഞ്ഞൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പോകാൻ പറ്റും. നമ്മളപ്പോൾ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് എത്തിയപ്പോഴേക്കും ഏകദേശം 8 മണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം സ്വിഗ്ഗി വഴിയാണ് കേട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എത്തി നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഇതേ ഇത്ര ഉള്ളൂ നമ്മുടെ ഡേ 2-ലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഊട്ടിപ്പട്ടണത്തിൻ്റെ നെക്സ്റ്റ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാ